നമസ്കാരം. ഇന്ന് മാർച്ച് 24 ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ദശമി കൂടിയാണ്. ചന്ദ്രൻ ഇന്ന് മകരം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ഈ മാറ്റം വ്യാഴത്തോടൊപ്പം നവ പഞ്ചമയോഗം രൂപീകരിക്കുന്നതാണ്. കൂടാതെ ഇന്ന് ഉത്രട്ടാതി നക്ഷത്രം കൂടിയാകുന്നു. സർവാർത്ഥ സിദ്ധി യോഗം എന്ന ശുഭയോഗവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസങ്ങൾ തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. പ്രധാനമായും ഞാൻ ഈ പരാമർശിക്കുന്നതായ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ദിവസങ്ങൾ തന്നെയാണ്. മാർച്ച് 24, മാർച്ച് 25, മാർച്ച് 26 എന്നീ ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വർദ്ധിക്കാവുന്നതാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ആ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെയധികം ഉത്സാഹവും ഊർജവും നിറഞ്ഞ ദിവസത്തിന്റെ തുടക്കമായിരിക്കും. വരുന്ന 2 ദിവസങ്ങൾ കൂടി ഇത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അത്യപൂർവമായ സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ജോലി സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പറയുന്നത് എല്ലാ ജോലികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. തന്മൂലം പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. സാമ്പത്തികപരമായി ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം ലാഭം, ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു പരിധി വരെ അകന്ന് പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പദ്ധതികൾ വിജയിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. പുതിയ അവസരങ്ങൾക്കുള്ള സാധ്യത തെളിയും. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നതും ബഹുമാനം തോന്നുന്നതുമായ ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും. കൂടാതെ അപ്രതീക്ഷിതമായ ധനപരമായ ലാഭങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ രാശിക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പദവികൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. തർക്കങ്ങളുണ്ടാകാം, അസ്വാരസ്യങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം അനുയോജ്യമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ തോന്നുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും അത് പ്രശംസയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യാം. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ സഹായിക്കുന്നതാണ്, അഥവാ തുണയ്ക്കുന്നതാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. പ്രശംസ ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പിതാവിന്റെയും കുടുംബത്തിന്റെയും, അതായത് പിതാവിന്റെ കുടുംബത്തിന്റെ, അച്ഛന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ സാഹചര്യങ്ങൾ, സഹായം നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, ശുഭകരമായ വാർത്തകൾ തേടി എത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ദിവസമാണ്.
ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ദിവസം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നതായ ദിവസം. 3 ദിവസങ്ങൾ ഇത് തുടരും എന്ന് തന്നെ അർത്ഥമാക്കാം. അനിയന്ത്രിതമായി സാമ്പത്തിക നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാലാകാലങ്ങളായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ, സാക്ഷാത്കരിക്കുവാനുള്ള അവസരങ്ങൾ, അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കലാമേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കഴിവുകൾ എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുന്ന സമയം കൂടിയാണ് ഇത്. വിദേശവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ആവശ്യങ്ങൾ നടന്നു കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സാമ്പത്തികപരമായി നിങ്ങൾക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും തടസ്സങ്ങളാൽ നിൽക്കുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം. ധനപരവ് പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കാവുന്ന ദിവസം തന്നെയാണ് മുൻപിലുള്ളത്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശത്രുക്കൾ ശ്രമിച്ചാൽ പോലും ദോഷങ്ങൾ നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കാത്തതായ ദിവസങ്ങളാണ് മുൻപിലുള്ളത്. ശത്രുക്കളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ദിവസങ്ങൾ ആരംഭിക്കുന്നതായ ദിവസമാണ് ഇന്ന്. ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില ആഗ്രഹങ്ങൾ നടന്നു എന്ന് വരാം. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ജോലി ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. വിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ദാമ്പത്യ ജീവിതം കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ദിവസമായി തന്നെ ഈ ദിവസത്തെ പരാമർശിക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ അനുകൂലമായി തീരും. ഇന്നത്തെ ദിവസം മുതൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ ആരംഭിക്കും. രാവിലെ മുതൽ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരുന്നതാണ്. നിങ്ങളുടെ ജോലി, കുടുംബം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെല്ലാം നിങ്ങളിൽ വളരെ അനുകൂലമായ സ്വാധീനം ചെലുത്തും. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദീർഘകാലമായ കാര്യങ്ങൾ, അത്തരം അനുകൂലമായ ചില കാര്യങ്ങൾ നൽകുന്ന, ഫലങ്ങൾ നൽകുന്ന ചില കാര്യങ്ങളുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്ന് വരാം. വളരെയധികം സഹായം നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നും ലഭിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യമായ ചില സഹായങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാം. അത് വളരെ റിസ്ക് ഉള്ള തീരുമാനങ്ങളുമാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. കൂടാതെ നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള പ്രവൃത്തികൾ ചെയ്യുക. അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക. ശുഭവാർത്തകൾ കേൾക്കുക. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. യാത്രകൾ പോലും ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്.